ഹായ്, എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ടാറ്റാസ്കൈൻ്റെ റിമോട്ട് ടി വി റിമോട്ടുമായി പെയർ ചെയ്ത് ഒറ്റ റിമോട്ടിൽ എങ്ങനെ നമുക്ക് ടി വിയും സെറ്റ് ബോക്സും ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിനായി നിങ്ങൾ രണ്ട് റിമോട്ടും ഇതുപോലെ വെച്ചതിന് ശേഷം ബാക്ക് ബട്ടൺ ടാറ്റാസ്കൈൻ്റെ റിമോട്ടിൽ ബാക്ക് ബട്ടണും 2 എന്നുള്ള ബട്ടണും ഒരു 3 സെക്കൻഡ് അമർത്തി പിടിക്കുക. അപ്പോൾ നമ്മുടെ ടാറ്റാസ്കൈൻ്റെ റിമോട്ടിൽ റെഡ് ലൈറ്റ് കത്തി ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിന്മേ ടാറ്റാസ്കൈൻ്റെ റിമോട്ടിൽ ടി വി എന്നുള്ള ബട്ടൺ കാണാം, അതും നിൽക്കുക. അതിനുശേഷം ടി വിൻ്റെ റിമോട്ടിൻ്റെ പവർ ബട്ടൺ നിൽക്കുക. അതിനുശേഷം വോളിയം ബട്ടൺ അപ്പ് നിൽക്കുക, പിന്നെ വോളിയം മൈനസ് ബട്ടൺ നിൽക്കുക. നമ്മൾ ചെയ്യുമ്പോൾ രണ്ടിലും ഒരുപോലെ ചെയ്യണം. ആദ്യം സെറ്റ് ബോക്സിൻ്റെ റിമോട്ടിലാണ് ചെയ്യേണ്ടത്, അതിനുശേഷമാണ് ടി വിൻ്റെ റിമോട്ടിൽ ചെയ്യുക. ഇനി നമുക്ക് മ്യൂട്ട് ചെയ്യാം, അതുപോലെ ടി വിൻ്റെ റിമോട്ടിൽ മ്യൂട്ട്. അതിനുശേഷം നമുക്ക് എ വി കൊടുക്കാം. ടി വിൻ്റെ ഇതിൽ സോഴ്സ് എന്നുണ്ടാവും, ചിലയിടത്തിൽ സോഴ്സ് ഉണ്ടാവും, ഇൻപുട്ട് എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഏതാ റിമോട്ടിൽ വെച്ചാൽ അത് ഞെക്കി കൊടുക്കുക. അതിനുശേഷം ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് പെയറായി ആവണമെന്നുണ്ടെങ്കിൽ ഒക്കെ എല്ലാം ഞെക്കിയതിന് ശേഷം ടാറ്റാസ്കൈൻ്റെ റിമോട്ടിൽ സെലക്ട് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. എന്നിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ ഈ ടാറ്റാസ്കൈൻ്റെ ഒറ്റ റിമോട്ട് വെച്ചാണ് ഈ ടി വി ഓഫാക്കിയത്. ഇനി നമുക്കൊന്ന് ഓണാക്കി നോക്കാം. കണ്ടോ, ഈ ഒരൊറ്റ റിമോട്ട് മതി നമുക്കിത് ഓഫാക്കാനും ഓണാക്കാനൊക്കെ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ടാറ്റാസ്കൈൻ്റെ ഒക്കെ റിമോട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ നിങ്ങൾ ടി വിയിലും ഇതുപോലെ ഒറ്റ റിമോട്ട് വെച്ച് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.